ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പുതിയ ബന്ധത്തിന് പിന്നാലെ CPM വലിയ രീതിയിൽ രാജ്യസ്നേഹം പറയുന്നുണ്ട്. ഞങ്ങൾ പണ്ടേ പറഞ്ഞില്ലേ ചൈനയോട് നാം അടുക്കുമെന്ന രീതിയിൽ. പക്ഷേ അതിനിടയിലും ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു കാര്യമുണ്ടല്ലോ, അരുണാചലുമായി ബന്ധപ്പെട്ട് CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധം എന്താണ്? വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ഈ മാറിയ കാലാവസ്ഥയിൽ നമ്മൾ ചൈനയുമായിട്ട് നരേന്ദ്രമോദി അടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന ലോകത്ത് എല്ലാവരെയും ഞെട്ടിക്കുന്നുണ്ട്. കാര്യം ട്രംപ് തന്നെ ഇന്നലെ പറഞ്ഞു, ഇന്ത്യ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. ഇന്ത്യയും റഷ്യയും ഞങ്ങൾക്ക് ചൈനയോട് നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതായത് പെട്ടെന്ന് നമ്മളെ ഈ ഗ്ലോബൽ പവർ ഇക്വേഷൻസ് പെട്ടെന്നുള്ള ഒരു മാറ്റമാണ് ഉണ്ടായത്. ഒരു അച്ചുതണ്ട് മാറുന്നു എന്നുള്ളൊരവസ്ഥയിലേക്കാണ്. ആദ്യം തൊട്ട് തന്നെ അമേരിക്ക വളരെ സ്കെപ്റ്റിക് ആയിരുന്നത് ബ്രിക്സ് മൂവ്മെൻറ്റുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു പേടി, ഭയം എന്നതിന് അമേരിക്കയ്ക്ക് ഭയം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യയും ബ്രസീലും റഷ്യയും ചൈനയും ഒക്കെ ചേർന്ന ഒരു കൂട്ടുകെട്ട് സൗത്ത് ആഫ്രിക്ക. അതിൻ്റെ കൂടെ ഈ ട്രംപ് ഇന്ത്യയെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സമയം വന്നപ്പോഴത്തേക്ക്, തീരുവയുടെ ഒരു യുദ്ധം വന്നപ്പോഴത്തേക്ക്, റഷ്യയുമായിട്ടുള്ള ചില തർക്കങ്ങൾ, ചൈനയായിട്ടുള്ള ചില തർക്കങ്ങൾ പരിഹരിക്കാവുന്ന റഷ്യയുടെ ഒരു മധ്യസ്ഥതയിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അരുണാചൽ എന്നുള്ള പ്രദേശമാണ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയം എല്ലാ കാലത്തും. അത് ഇന്ത്യയുടെ ഒരു പൂർണ്ണ സ്റ്റേറ്റ് ആയിട്ട് പോലും, നേരത്തെ അത് യൂണിയൻ ടെറിട്ടറി ആയിരുന്നു, പിന്നീട് അത് പൂർണ്ണ സ്റ്റേറ്റ് ആയിട്ട് മാറിയെങ്കിൽ പോലും ചൈന ഇപ്പോഴും അത് അവരുടെ ഒരു പ്രവിശ്യയാണെന്ന് വിശ്വസിക്കുകയും ആ രീതിയിൽ കരുതി പോവുകയും അരുണാചലിൽ നിന്നുള്ളവർക്ക് വിസ ഇല്ലാതെ ചൈനയിൽ പ്രവേശിക്കാമെന്നുള്ള ഒരു ഉപാധി വച്ചിട്ടുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഭൂപടം മാറ്റിമറി ഇടയ്ക്കിടയ്ക്ക് ഒരു ഭൂപടം മാറ്റും, സ്ഥലത്തിൻ്റെ പേര് മാറ്റും. അങ്ങനെ അരുണാചലിൻ്റെ അവരുടെ ഒരു തോൺ ഇൻ ദ ഫ്ലഷ് എന്ന് പറയും, അവരുടെ ഒരു മുള്ളാണ് ഈ അരുണാചൽ എന്ന് പറയുന്ന പ്രദേശം. അവർക്കത് ഒരിക്കലും ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ അവർക്ക് തയ്യാറായിട്ടില്ല. ടിബറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണല്ലോ. അപ്പം അവർ ടിബറ്റ് എടുത്തപ്പോഴത്തേക്ക് ടിബറ്റിൻ്റെ ഭാഗമായിരുന്ന അരുണാചലും ഞങ്ങളുടെ ഭാഗമാണ് എന്നാണ് അവർ ഇപ്പോഴും ലോക രാജ്യങ്ങളിലെല്ലായിടത്തും പറയുന്നത്. തൈവാൻ പോലെ അവരുടെ വേറൊരു തർക്ക ഭൂമിയായിട്ട് തന്നെയാണ് അവർ അരുണാചലിനെ ലോകത്തിലെല്ലായിടത്തും കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, അവിടെ തിരഞ്ഞെടുത്ത മന്ത്രിമാരുണ്ട്, നമുക്ക് അതിർത്തിയുണ്ട്, അതിർത്തി രക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതെല്ലാം നമ്മളെ രീതിയിൽ നമ്മൾ ഫ്ലഡ്ജഡ് സ്റ്റേറ്റ് തന്നെയാണ്. നമ്മൾ കാശ്മീർ പോലെ ഒരു തർക്കമൊന്നും നമ്മളവിടെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രാദേശികമായും കരുത്താണ്, ജനാധിപത്യപരമായി പ്രാദേശികമായിട്ട് വളരെ ജനാധിപത്യപരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നില്ല എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, മുക്കിലും മൂലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. പക്ഷേ അരുണാചലിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. കാര്യം അരുണാചൽ ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് അവർ പറയേണ്ട ഒരു കാര്യമാണ്. അവർക്കവിടെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി കാണണം, ജില്ലാ സെക്രട്ടറിമാർ കാണണം, SFI കാണണം, DIFI കാണണം. ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അവർ പറയേണ്ടതും അത് എന്തുകൊണ്ടില്ല എന്നുള്ളത് അവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ രാജ്യസ്നേഹം പറയുമ്പോഴത്തേക്ക് ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ അച്യുതാനന്ദനെ ആദ്യത്തെ കുത്തിയവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ. അപ്പോൾ ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ CPMന്റെ നിലപാടുകൾ പലപ്പോഴും റിസർവ്ഡാണ്. അതെന്തുകൊണ്ടാണ് അവർ ഈ തങ്ങളുടെ ഒരു യൂണിറ്റ് പോലും, ഒരു പ്രവർത്തകനെ പോലും അവിടെ വളർത്തിക്കൊണ്ടുവരാത്തതും പ്രവർത്തനം ആരംഭിക്കാത്തതും? അത് ചൈനയുമായിട്ടുള്ള വിധേയത്വമാണെന്ന് പകൽ പോലെ വ്യക്തമാണല്ലോ. ചൈനയെ ഇക്കാര്യത്തിൽ തള്ളിപ്പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇപ്പം ചൈന യുദ്ധം വന്നപ്പോഴത്തേക്ക് തന്നെ ശ്രീ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു സെൻറ്റൻസാണ്, അവർ അവരുടേതെന്നും നമ്മളുടേതെന്നും പറയുന്ന ഭാഗം എന്നാണ് പറയുന്നത്. അതായത് അവർ പിടിച്ചെടുത്ത നമ്മുടെ ഭാഗം നമ്മുടെ ഭാഗമായിരുന്നു എന്ന് സമ്മതിക്കാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് തയ്യാറായിരുന്നില്ല, ഇന്നും തയ്യാറായിട്ടില്ല. വലിയ സംശയമാണ് ആ കാര്യത്തിൽ. EMSന് മാത്രമല്ലായിരുന്നു, ചൈനയുടെ ചെലവിൽ ജീവിക്കുന്ന എല്ലാ പേർക്കും അതിനെ പറ്റിയിട്ട് സംശയങ്ങളുണ്ട്. കാര്യം ചൈനയിലെ തന്നെ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ മാതിരി ചൈനയിലും ഉണ്ട്.
ഫാലുൻ ദഫ എന്നും പറഞ്ഞുകൊണ്ടൊരു സംഘടനയുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്ത്യൻ രീതികളിൽ ഫോളോ ചെയ്യുന്ന അവിടുത്തെ ഭീകര സംഘടനയാണ്, ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ്. പക്ഷെ അവർക്കൊക്കെ അവർ പറയുന്നത്, ചൈന പറയുന്നത് അവർക്കൊക്കെ ഇന്ത്യ സഹായം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ക്രോസ് ബോർഡർ ടെററിസം പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് അവരതിനെപ്പറ്റി പറയുന്നത്. ചൈനയിലുണ്ടാകുന്ന അൺട്രസ്റ്റുകൾക്കൊക്കെ ഇന്ത്യയാണ് കാരണം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും സ്റ്റഡീഡ് സൈലൻസ് ആണ് ഇന്ന് വരെയും സ്വീകരിച്ചിരുന്നത്. അവരതിനകത്ത് ഒരഭിപ്രായം പറയത്തില്ല. ഒരഭിപ്രായം പറയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം അവരഭിപ്രായം നമ്മുടെ കൂടെ അല്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഒരു യുദ്ധത്തിൽ നമ്മുടെ കൂടെ നിൽക്കാത്തവരെല്ലാം അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ, അവിടുത്തെ ഉയ്ഗുറുകളുടെ കാര്യങ്ങളിൽ അവിടുത്തെ മുസ്ലിം പീഡനം നടക്കുന്നുണ്ട്, ഖുറാൻ കത്തിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊല ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മുസ്ലിം സ്നേഹവും സെക്യുലറിസവും പറയുന്നവരൊന്നും അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ തന്നെ അവരെ അവോയ്ഡ് ചെയ്യുന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ചർച്ചയ്ക്ക് അവർ വിളിച്ചു കഴിഞ്ഞാൽ പോലും അവർ അതിനെപ്പറ്റി ചർച്ച ചെയ്തില്ല. നമുക്ക് വേറെ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ. അത് നാം കണ്ടിട്ടുണ്ടല്ലോ, ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കും, ബംഗ്ലാദേശിന് വേണ്ടി സംസാരിക്കാറില്ല. അതെ, ഇപ്പോൾ ബംഗ്ലാദേശിലും നടക്കുന്ന കാര്യങ്ങൾ ജനാധിപത്യപരമായ കാര്യങ്ങളല്ല നടക്കുന്നത്, എന്നിട്ടും അവരതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഇപ്പോഴും അവർ ചോദിക്കുന്നത് കഴിഞ്ഞ യുദ്ധത്തിൽ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് ചോദിക്കുന്നത്. 71 വാറിൽ നമ്മൾ 90ഓളം വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് അവർ ആരും കണക്ക് ചോദിക്കുന്നില്ല. അപ്പോൾ ഇവർ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉള്ള ഒരു മൂവ്മെൻ്റാണ് അവർ നോക്കുന്നത്. പാകിസ്ഥാൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും, ചൈനയുടെ കാര്യം വരുമ്പോഴത്തേക്കും, ബംഗ്ലാദേശിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ചരിവ്. അതെ, ഈ രീതി തന്നെയാണ് ജമ്മു കാശ്മീരിൽ പ്രവർത്തനമുണ്ട്. പക്ഷെ ഈ കാശ്മീരിൽ പ്രത്യേക സംവിധാനമാണ് അവിടെ. അത് കാശ്മീരിൽ ഇത് ഇന്ത്യൻ യൂണിയനിൽ കാശ്മീർ ലയിപ്പിച്ചതിന് ശേഷം കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞത് വരെയുള്ള ഒരു കാലഘട്ടവും അതിനുശേഷമുള്ള ഒരു കാലഘട്ടവും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. കാര്യം അത് പ്രത്യേക പദവി ഉണ്ടാകുന്ന സമയത്ത് അവിടെ നടന്നിരുന്ന അക്രമങ്ങളിലേക്ക് പിറകെ ആരായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ആ പ്രത്യേക പദവി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ വെടിക്കെട്ടൊക്കെ നിന്നു, ദീപാവലിയൊക്കെ അവസാനിച്ചു. അപ്പോൾ അരുണാചൽ പ്രദേശിലും അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കക്ഷി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പോൾ അവരവിടെ ബ്രാഞ്ചുകൾ രൂപീകരിക്കാതെയും ഇലക്ഷൻ മത്സരിക്കാതെയൊക്കെ ഇരിക്കുന്ന കാര്യം അവർക്ക് ചൈനയോടുള്ള കറകളഞ്ഞ. മറ്റൊരു ചോദ്യം, ഇടതുപക്ഷത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ധാര, അത് ഇത്രയും ശക്തമായത് കൊണ്ടാണോ ഇത്തരം വിഷയങ്ങൾ പൊതു ഇടത്ത് ചർച്ചയായി വരാത്തത്? ഇടയ്ക്കൊരു നമ്മൾ സിനിമയിൽ ഒരു ഡയലോഗ് പറയുമല്ലോ, ക്യൂബയെ പറ്റി ഒന്നും പറയില്ല. അപ്പം നമുക്ക് ക്യൂബയെ പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ഒരു ബാക്കി എന്തിനെ പറ്റിയിട്ട് സംസാരിക്കും, ക്യൂബയെ പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല. സ്റ്റാലിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റത്തില്ല. അതേപോലെ ചൈനയെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഉയ്ഗറുകളെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് അകത്ത് നിന്നേ നമുക്ക് സംസാരിക്കാവൂ. ആ അജണ്ട, അവരുടെ അജണ്ട വളരെ ക്ലിയർ ആണ്. ഇക്കാലത്തും ആ അജണ്ട അത്രയും ശക്തമാണോ? അത് നമ്മുടെ ആൾക്കാർ തിരിച്ച് ചോദിക്കാത്തതുകൊണ്ടാണ് പറ്റുന്നത്. ഇപ്പോൾ കേരളത്തിൽ അവർ അജണ്ട ശക്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായിട്ട് അവർ പുലർത്തി വന്നിരുന്ന ഒരു ധാര ഇല്ലാതാവുന്നത് എറണാകുളത്ത് മഹാരാജാസ് കോളേജിലെ ഒരു കൊലപാതകത്തോടെയാണ്. അഭിമന്യുവിൻ്റെ കൊലപാതകമാണ്. ആ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിൻ്റെ ആ രേഖകൾ കംപ്ലീറ്റ് കോടതിയിൽ നിന്ന് എടുത്ത് കളയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ധാര എന്ത് ശക്തമാണെന്ന് ആലോചിച്ചു. കോടതിയിൽ നിന്ന് ആ ധാരയില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ റീച്ച് എന്താണെന്നും അവർക്കെതിരായിട്ട് ഇവർ ഒന്നും മിണ്ടാൻ ശക്തരല്ല എന്ന് മനസ്സിലാക്കുന്ന കാര്യം അവിടെയാണ്. അപ്പോൾ ഇവരുടെ അന്തർധാര വളരെ ശക്തമാണ്, വളരെ സ്ട്രോങ് ആണ്. അതിന് അവർ സംസാരിക്കരുതെന്ന്, ചർച്ച ചെയ്യരുതെന്ന് അവർ തീരുമാനിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് അവർ ഒരു രീതിയിലും ഒരിടത്തും ചർച്ച ചെയ്യാൻ അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ് അവരുടെ അന്തർധാരയുടെ ഒരു പ്രത്യേകത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.